السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. قل أرأيتم من جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء أفلا تسمعون. قل أرأيتم من جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ, ലജ്ജയോടെ, തഖ്വയോടെ കൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മോടെല്ലാം ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പല ആവശ്യങ്ങൾക്ക്. അള്ളാഹു അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ നീതീകരിക്കാവുന്നതാണെങ്കിൽ അള്ളാഹു അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അള്ളാഹു രോഗികൾക്ക് ശിഫ നൽകി, മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് റഹ്മത്ത് നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിരന്തരമായി മനുഷ്യരോട് ആവശ്യപ്പെടുന്ന വളരെ സുപ്രധാനമായൊരു വിഷയമാണ്. അള്ളാഹു ചോദിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്, അഫലാ യതദബ്ബറൂൻ, അവർ ചിന്തിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ, അഫലാ തഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ, അഫലാ തുബ്സിറൂൻ, അവർ ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുന്നില്ലേ, അഫലാ യതഫക്കറൂൻ, അവർ ഫിക്ർ ചെയ്യുന്നില്ലേ. രണ്ടു തരം ചിന്തയാണ്. ഖുത്ബയായതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല. തദബ്ബുറും തഫക്കുറും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തായിരുന്നാലും എല്ലാം ചിന്ത തന്നെയാണ്. പക്ഷെ ചിലത് ആഴത്തിലുള്ള ചിന്തയാണ്, ചിലത് ഉപരി വിപ്ലവമായുള്ള ചിന്തയാണ്. ഏതായിരുന്നാലും അങ്ങനെ ചിന്തിക്കണം എന്നാണ് മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്താണ് ചിന്തിക്കേണ്ടത് എന്നതിന് ഇസ്ലാമിന് അജണ്ടയുണ്ട്. നാം ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. നാം ചിന്തിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എവിടെ നടത്തണം, ഏത് ഫാക്കൽറ്റിയിൽ വിടണം, അത് നാം ചിന്തിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മക്കളുടെ വിവാഹം,
അതേക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സമാധാനപരമായി ജീവിക്കാൻ പറ്റാവുന്ന കൗൺസിലിംഗ് സെൻ്ററുകൾ ഭൂമിയിലുണ്ട്. അതുപോലെ ബിസിനസ്സുകൾ എത്ര തുടങ്ങിയിട്ടും ക്ലിക്ക് ആവാത്ത ഒരുപാട് ബിസിനസ്സുകാർ താടിക്ക് കൈകൊടുത്ത് ചിന്തിക്കാറുണ്ട്, അല്ലേ? പക്ഷെ ഖുർആൻ പറഞ്ഞ ചിന്തിക്കുന്നില്ലേ, ഉൾക്കാഴ്ച ഉൾക്കൊള്ളുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് ഈ വിഷയമല്ല. ഇത് ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും മാഷാ അഫാൽ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് നടക്കും. നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാലും അള്ളാൻ്റെ തീരുമാനമില്ലെങ്കിൽ നടക്കൂല. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ മക്കൾ പഠിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയില്ലെങ്കിൽ അവർ പഠിക്കില്ല, അവർ ഉയരങ്ങളിലെത്തില്ല. ഇനി ഉയരങ്ങളിലെത്തിയാലും അവർ സമൂഹത്തിനോ കുടുംബത്തിനോ ചിലപ്പോൾ നന്മയുള്ളവരായി മാറിക്കൊള്ളണമെന്നില്ല. ഏതായിരുന്നാലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരും കൂടെ ചിന്തിക്കാനില്ലാത്ത, ആരും നമ്മുടെ കൂടെ ചിന്തിക്കാനില്ലാത്ത, നമുക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് ചെയ്യാൻ ഒരവസരമില്ലാത്ത നമ്മുടെ ഒരു മരണയാത്രയുണ്ട്. ആ യാത്രയെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത്. രണ്ടാമത് ചിന്തിക്കേണ്ടത് ആ യാത്ര പോകും മുമ്പ് എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ നിങ്ങളും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്കി അലാ ഖതിയത്ത്, നിന്റെ പാപങ്ങളെ ഓർത്ത് നീ കരയണം. അവ്വിദു ബുക്കാക്കും, നിങ്ങളുടെ കരച്ചിൽ നിങ്ങൾ പതിവാക്കണം. തഫക്കറു അലാ കുലൂബിക്കും, മനസ്സുകൊണ്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പണിതിട്ടില്ലാത്ത, എൻ്റെ അധ്വാനമില്ലാതെ എനിക്കായി പടുത്തുയർത്തിയ ഒരു ഖബറുണ്ട്. ആ ഖബറിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. മരണയാത്രയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതോടൊപ്പം അള്ളാഹുവിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച സൃഷ്ടി മാഹാത്മ്യങ്ങളെക്കുറിച്ച്, അത്ഭുതങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചാലേ നമുക്ക് മുസ്ലിം ആവാൻ കഴിയും. ഇതൊക്കെ ചിന്തിക്കാനാണ് അള്ളാഹു നിരന്തരമായി നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ഖസസിലെ 2 ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. നമുക്ക് ആദ്യം അതേക്കുറിച്ചൊന്നും ചിന്തിക്കാം, അല്ലേ? അള്ളാഹു പറയാണ്, കുൽ നബിയെ ചോദിക്കുക, അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമനാൾ വരെ ഭൂലോകത്ത് അള്ളാഹു രാത്രിയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅ്തീകും ബിൽയാ, നിങ്ങൾക്ക് പ്രകാശം നൽകാൻ, നിരന്തരമായി ഇരുട്ടാണ് അള്ളാഹു നൽകുന്നതെങ്കിൽ പ്രകാശം നൽകാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് ജാറങ്ങളുണ്ട്, ഏത് മക്ബറകളുണ്ട്, ഏത് ഔലിയാക്കന്മാരുണ്ട്, ഏത് ദേവി ദേവന്മാരുണ്ട്, ആരുണ്ട് നിങ്ങൾക്ക് ആ പ്രകാശം നൽകാൻ? അഫലാ തസ്മഊൻ, ഇത് നിങ്ങളുടെ ചെവിക്കകത്ത് കയറുന്നില്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ആളുകളുടെ ചെവിക്കകത്തേക്ക് ഈ യാഥാർത്ഥ്യം കയറുന്നില്ലേ എന്നാണ് അള്ളാഹിൻ്റെ ചോദ്യം. സാധാരണഗതിയിൽ അള്ളാഹു അല്ലാത്ത നിരന്തരം വ്യക്തികളെയും ശക്തികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നാട്ടിൽ കാണുന്ന എല്ലാ വസ്തുക്കളോടും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ചോദ്യം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് നിരന്തരമായി ഖിയാമനാൾ വരെ രാത്രിയാണ് അള്ളാഹു കൊണ്ടുവരാൻ തീരുമാനിച്ചതെങ്കിൽ, ആ ഭൂമിയിൽ പ്രകാശം കൊണ്ടുവരാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് ശക്തിക്ക്, ഏത് വ്യക്തിക്ക് കഴിയും ചിന്തിക്കാൻ? അടുത്ത ചിന്ത, കുൽ നബിയെ വീണ്ടും അവരോട് ചോദിക്കണം, അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ രാത്രി ഇവിടെ വരുന്നില്ല, പകല് മാത്രമാണ്. അള്ളാഹിൻ്റെ ചോദ്യമാണ് ചിന്തിക്കാൻ. അള്ളാഹുള്ള രാവും പകൽ ഉണ്ടാക്കിയത്, ആ അള്ളയാണ് ചോദിക്കുന്നത്. ഇവിടെ അള്ളാഹു പകലാണ് സ്ഥിരമായി ഉണ്ടാക്കുന്നതെങ്കിൽ, ഇൻ ജഅലല്ലാഹു അലൈക്കും നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅ്തീകും ബിലൈൽ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് ഇലാഹിനാണ്, ഏത് ആരാധ്യൻക്കാണ്, ഏത് നിങ്ങൾ പ്രാർത്ഥന അർപ്പിക്കുന്നവർക്കാണ് നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവരാൻ കഴിയുക? ആര് കൊണ്ടുതരും? ചിന്തിക്കണം. ഈ അള്ളാഹു അല്ലാത്ത മഖബറകളിലേക്കും ജാറങ്ങളിലേക്കും പോകുന്ന മുസ്ലിങ്ങൾ ചിന്തിക്കുക, ബീവന്മാരുടെ അടുത്ത് പോകുന്നവർ ചിന്തിക്കുക, തങ്ങന്മാരടുത്തും ബീവികളടുത്തും പോകുന്നവർ ചിന്തിക്കുക. അതല്ലാതെ നിർത്തിയ ദൈവങ്ങളോടും കിടത്തിയ ദൈവങ്ങളോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ചിന്തിക്കുക. ആര് തരും നിങ്ങൾക്ക് പ്രകാശം? ഇത് ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മക്കളെവിടെ പഠിപ്പിക്കണം, മക്കളെ ആരെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, കച്ചവടം എങ്ങനെ ഉഷാറാക്കും, അതൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്, അവസരമുണ്ട്. പക്ഷേ
നമ്മളുടെ കൽബിൻ്റെ അകത്ത് ഈമാൻ പകരുന്ന അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാവുന്ന ചിന്ത, അതാണ് ഇവിടെ നാം പങ്കുവെക്കുന്നത്. അതാണ് അള്ളാഹ് പറഞ്ഞത്. നിരന്തരമായി ഖിയാമത്ത് വരെ പകലാണ് അള്ളാഹു കൊണ്ടുവരുന്നെങ്കിൽ മൻ ഇലാഹുൻ വൈറുള്ള എഴുത്തിക്കും ബിലയിൽ, രാത്രിയെ കൊണ്ടുവരാൻ ആരുണ്ട്? എന്തിന്? തസ്കുനൂന ഫീഹി, നിങ്ങൾക്ക് സമാധാനപരമായി കിടന്നുറങ്ങാൻ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക അഫലാ തുബ്സിറൂൻ, ഉൾക്കാഴ്ച കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയം കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? ഇതാണ് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ 90% ആളുകൾ ചിന്തിക്കുന്ന ചിന്ത പ്രപഞ്ചത്തെക്കുറിച്ചോ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചോ അത്ഭുതങ്ങളെക്കുറിച്ചോ നമ്മളാരും ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് കച്ചവടത്തെക്കുറിച്ച്. ഞാൻ എൻ്റെ മക്കളോട് എത്രയോ ഉപദേശിച്ചു, യാതൊരു മാറ്റവും കാണുന്നില്ല അല്ലേ? അതിൽ നമ്മൾ ചിന്തയുള്ളവരാണ്. ഭാര്യയെ ഞാൻ ഒരുപാട് ഉപദേശിച്ചു, ഒരു മാറ്റവും കിട്ടുന്നില്ല. നമ്മളുടെ ചിന്ത മറ്റൊന്ന്. ഭാര്യ ചിന്തിക്കുന്നു, ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതം ഈ കുടുംബത്തെ എവിടെ എത്തിക്കും? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ നാം ടെൻഷനാവുന്നത്, പ്രയാസപ്പെടുന്നത്. എന്നാൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഖബറിനെക്കുറിച്ച്. ഞാൻ ആദ്യമായി കിടന്നുറങ്ങുന്ന ഞാൻ പണിതിട്ടില്ലാത്ത ആ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഗതി എന്താവും? പടച്ചവനെ, മഹിഷറയിലേക്ക് വരുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവെ, എൻ്റെ അഅ്മാലുകൾ നന്മകളായിരുന്നാൽ ആ നന്മകളെല്ലാം അള്ളാഹു സ്വീകരിച്ചു, ഒരു ചിന്ത. എൻ്റെ ഒരുപാട് തിന്മകൾ അള്ളാഹു മാപ്പാക്കിയോ, ഒരു ചിന്ത. ഇത്തരം ചിന്തകൾ നിരന്തരമായി ചിന്തിക്കുന്നവന് മാത്രമേ മുസ്ലിം ആവാൻ കഴിയൂ. അല്ലാത്തവർ കാഫറാണ് കേട്ടോ. ചിന്തിക്കാത്തവൻ കാഫറാണ്. ചിന്തിക്കുന്നവനാണ് മുസ്ലിം. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളുടെ ചിന്തയുടെ അജണ്ട വിശുദ്ധ ഖുർആൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് മുൻകഴിഞ്ഞ പ്രഗത്ഭരായ പണ്ഡിതന്മാരായ ഖാലി ശുറൈഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു യാത്ര പോയി. യാത്ര അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നടന്നാണ് യാത്ര, നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഖാലി ശുറൈഹ് ഒരു സ്ഥലത്തിരുന്നു. ഇത് ജലസ, അദ്ദേഹം ഇരുന്നു. ഫതക്കന്ന ബി കിസായി, അദ്ദേഹം തൻ്റെ തട്ടം കൊണ്ട് മുഖം മറച്ചു. ഫജഅല യബ്കി, എന്നിട്ട് കരയാൻ തുടങ്ങി. ഒരു യാത്ര നടന്നു പോവുകയാണ്. കൂഫയിലെ ജഡ്ജിയാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഖാലി ശുറൈഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അറിയാണ്ടിരിക്കാൻ യാതൊരു വഴിയുമില്ല. അത്രയും പ്രഗത്ഭനായ പണ്ഡിതനാണ്, ജഡ്ജിയാണ്. അതോടൊപ്പം ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനമനുഷ്ഠിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ കൂട്ടുകാരോടൊപ്പം നടന്നു പോകുമ്പോഴാണ് അദ്ദേഹം കരയുന്നത്. ഫക്കാൽ, അപ്പോൾ അവർ ചോദിച്ചു, മാ യബ്കി, എന്താണ് കരയുന്നത്? എന്താ നിങ്ങൾ കരയാൻ കാരണം? നോക്കികൾ. അപ്പോൾ ഫക്കാൽ, അദ്ദേഹം പറഞ്ഞു, തഫക്കർതു ഫീ ദിഹാബി ഉംരി, എൻ്റെ ആയുസ് കഴിയുകയാണല്ലോ. ചിന്ത വന്നതാണ്. എൻ്റെ ആയുസ് കഴിയുകയാണെങ്കിലോ, വഖില്ലത്തു അമലി, എൻ്റെ അമലുകൾ കുറവാണല്ലോ, കൊണ്ടുപോകാനുള്ള ലോകത്തേക്ക് അമലുകൾ കുറവാണ്, ആയുസ് കഴിയാൻ തീർന്നിരിക്കുന്നു. ഇഖ്തിറാബു അജലി, എൻ്റെ അവധിയും തീരുമാനമായിട്ടുണ്ട്. അതാണ് ചിന്തിക്കുന്നത്. എൻ്റെ അവധി തീരുമാനമായിട്ടുണ്ട്, എൻ്റെ കയ്യിൽ അമല് കുറവാണ്, ആയുസ് തീരുകയാണ്. ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം കരഞ്ഞത്. നമ്മൾ കാലം വരെ ചിന്തിക്കാത്ത കാര്യം അത്. നമ്മളുടെ ആയുസ് തീരാണ്ടക്കാനുള്ള പണിയില്ല നമ്മൾ. അതിനുള്ള എക്സസൈസും അതിനുള്ള ഉപദേശങ്ങളും പിന്നെ എന്തെല്ലാം മസാജുകളുണ്ട് അതെല്ലാം ചെയ്ത് എങ്ങനെയൊക്കെ ബോഡി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ഡെവലപ്പ് ചെയ്താലും പോകേണ്ട സമയത്തുണ്ട് പോയേ പറ്റും കേട്ടോ. പോകാത്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും, പോകേണ്ടവരൊക്കെ പോകേണ്ടി വരും. അത് നിങ്ങൾ എക്സസൈസ് കളിച്ചാലും ശരി, നിങ്ങൾ ജിമ്മിൽ പോയാലും ശരി, നിങ്ങൾ ഏത് നിലക്കുള്ള ബ്ലാക്ക് ബെൽറ്റ് ആയാലും വൈറ്റ് ബെൽറ്റ് ആയാലും യെല്ലോ ബെൽറ്റ് ആയാലും എന്ത് എടുത്താലും ഒരു കാര്യവുമില്ല. അതിൻ്റെ മുമ്പ് ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ഞാൻ പറയുമ്പം ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രം അങ്ങനെ കൽബിലേക്ക് കയറിയതാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക്, അദ്ദേഹം ഒരിക്കൽ സുഹൈൽ ബിൻ അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇങ്ങനെ തഫക്കർതു സാക്കിത്തൻ, മൗനമായി ചിന്തിക്കുകയാണ്. എപ്പോഴും ചിന്തിക്കുന്ന ഒരു പണ്ഡിതനാണ്. അപ്പം അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് അബ്ദുല്ലാഹിബ്നു മുബാറക്. അദ്ദേഹം ചോദിച്ചു,
അയിന വസൽത്ത, എവിടെ എത്തി ചിന്ത വെച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഫിസ് സിറാത്ത്, ഞാനിപ്പോൾ സിറാത്തിലാണ്. അങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തെ പരലോകത്തുനിന്ന് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകേണ്ട സിറാത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇക്കാലം അത്രയും ജീവിച്ചിട്ട് നമ്മളാരും ചിന്തിക്കാത്തൊരു ചിന്ത അല്ലേ? അപ്പം നമ്മൾ നേരെ ചിന്തിച്ചതോ നമ്മളുടെ കച്ചവടം ഉഷാറായില്ല, ഇനിയിപ്പം ഈ ആഴ്ച മുഴുവനും അവധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുഴുവനും ബന്ദിലേക്ക് പോവുകയാണ്, അപ്പോഴൊക്കെ കച്ചവടം പോവുകയാണ്, പടച്ചോനെ വാടക കൊടുക്കണ്ടേ, നമ്മളെ ചിന്താണ്. 3 മക്കളുണ്ട്, കെട്ടിക്കണ്ടേ, മക്കളാണെങ്കിൽ നേരാവണമില്ല, ഭാര്യയാണെങ്കിൽ ലവ് നേരാണില്ല, ഭർത്താവാണെങ്കിലും അങ്ങേപ്പുറം. ഇങ്ങനെയുള്ള മാനസികമായ സംഘർഷാവസ്ഥയെക്കുറിച്ചാണ് ചിന്ത. നമുക്കതിനിടയിൽ നമ്മളുടെ അവധി തീർന്നു പോകുന്നതോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അവധിയിലേക്ക് അടുത്തു പോവുകയാണല്ലോ പടച്ചോനെ, ഭൂതലം വിട്ടുപിരിയാൻ സമയമായല്ലോ, ഞാൻ എന്തെങ്കിലും, അതാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് നോക്കാം. അദ്ദേഹം ഇമാം ഖാലി ഫുലൈൽ പറഞ്ഞു, ചിന്തിക്കുന്നതിനെ പറ്റി, അൽ ഫിക്റു മിർആത്തുൻ, ചിന്ത എന്ന് പറഞ്ഞാൽ ഇത്തരം ചിന്തകൾ മിർആത്തുനൊരു കണ്ണാടിയാണ്, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ഒരു കണ്ണാടിയാണ് ചിന്ത. എന്താ? തുരിയക്ക സയ്യിആതിക വഹസനാതിക, നിന്റെ നന്മകളും തിന്മകളും നിന്റെ മുമ്പിൽ കാണിച്ചു തരുന്ന കണ്ണാടിയാണ് ചിന്ത. ഞാൻ എത്ര തിന്മ ചെയ്തു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കണ്ണാടിയായി വരും അല്ലേ? ഞാൻ ചെയ്ത നന്മകളും തിന്മകളും എൻ്റെ മുമ്പിൽ കണ്ണാടിയായി വരും. അതാണ് ഫിക്ർ കേട്ടോ. അതുകൊണ്ടാണ് എന്നാൽ ഈ ചിന്ത ഒന്നും ഇല്ലാത്ത ആളുകളെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞറിയോ? സഅസ്രിഫു അൻ ആയാത്തി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, അന്യായമായി അഹങ്കരിച്ച് ജീവിക്കുന്നവരാണ്, അവരെ അള്ളാഹു ചിന്തിക്കാൻ വിടൂല. ഓൽക്ക് ചിന്തിക്കാൻ അവസരം ഉണ്ടാവില്ല. ഒരു കിബറം എന്ന് പറയാം. ഓൽക്ക് മരണം ചിന്തയില്ല, ഓൽക്ക് ഖബർ ചിന്തയില്ല, അവർക്ക് വിചാരണ ചിന്തയില്ല, അവധി അവസാനിക്കുകയാണല്ലോ ചിന്തയില്ല, എൻ്റെ അള്ളാഹു നിശ്ചയിച്ച അവധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒരുപാട് തെറ്റുകൾ എൻ്റെ കൈവശമുണ്ടല്ലോ, പടച്ചോനെ നിൻ്റെ കോടതിയിൽ ഞാൻ എന്താകുമെന്ന ചിന്ത അവർക്ക് ഉണ്ടാവുകയില്ല. അത് അള്ളാഹു തിരിച്ചു കളയുന്ന. സഅസ്രിഫു അൻ ആയാത്തി അല്ലദീന യതകബ്ബറൂന ഫിൽ അർള് ബിഗൈരിൽ ഹഖ്, അന്യായമായി അഹങ്കരിക്കുന്ന ആളുകളായിരിക്കും അവർ. അവരിൽ നിന്ന് അള്ളാഹു ചിന്ത എടുത്തു കളയും. അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ അവസരം ഉണ്ടാവില്ല. ഓരെപ്പോഴും അടിച്ചു പൊളിക്കാനാണ് പറയാം. എന്ത് ചിന്ത? ഒരു ജീവിതം, ഒരു മരണം കഴിഞ്ഞു, അതിനിടയിൽ ജീവിച്ചാൽ, അറബി കവികളുടെ ഫിലോസഫിയാണ് അവർക്ക് കേട്ടോ, അതിൽ ഇടയിൽ ജീവിച്ചാൽ കിട്ടി എന്നാണ് അവരുടെ ധാരണ. പക്ഷേ എല്ലാം അവസാനിപ്പിച്ച് പോകുന്നൊരു ദിവസമുണ്ട് എന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും കരഞ്ഞു പോകും. മനസ്സിലായോ? പണ്ഡിതന്മാരായ സഹാബത്തൊക്കെ ചില സമയത്ത് ചില പണ്ഡിതന്മാർ റൊട്ടി വാങ്ങാൻ വരെ പോയാൽ, റൊട്ടി ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പുണ്ടാവും. ആ അടുപ്പിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു ഒരു പണ്ഡിതൻ. അപ്പം കച്ചവടക്കാരൻ പറഞ്ഞു, കരയേണ്ട, അപ്പം തരാന്ന്. അപ്പം പണ്ഡിതൻ പറയാം, ഞങ്ങൾ റൊട്ടി തരാൻ വൈകിയതിന് കരഞ്ഞതല്ല, ഈ അടുപ്പിൻ്റെ ചൂട് ഞാൻ ഓർത്തപ്പോൾ നരകത്തിൻ്റെ ചൂട് ഞാൻ ഓർത്തുപോയി കരഞ്ഞു പോയതാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം ചിപ്സും ഒക്കെ വാങ്ങാൻ പോകാറുണ്ടല്ലേ? കത്തി അമരുന്ന ഒരുപാട് തീക്കുണ്ടായത്തിന് മുമ്പിൽ പോയി നമ്മൾ ഇന്ന് വരെ പല പ്രാവശ്യം ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് വരെ പടച്ചോനെ ഇതിനേക്കാൾ അതിശക്തമായൊരു തീക്കുണ്ടായത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന ചിന്ത ഉണ്ടായിട്ടേ ഇല്ല. കാരണം നമ്മൾ അള്ളാഹിനെ പറ്റി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിച്ചേ പറ്റൂ. അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ മുസ്ലിം ആവും കേട്ടോ. അതിന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാം. അതിൽ ഒന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തൊരു കാര്യം ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹു നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, ഭൂമിയിൽ ജീവനുള്ള എല്ലാ ജീവികളെയും അള്ളാഹു സൃഷ്ടിച്ച് വെള്ളത്തിൽ നിന്നാണ്. ചിന്തിക്കാനാണ് പറഞ്ഞത്. എല്ലാറ്റിനെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച്. എന്നിട്ടോ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, അതിൽ ചിലത് ഉദരത്തിൽ നടക്കുന്നു. ആരാ അറിയാലോ? ഉദരത്തിൽ നടക്കുന്നു ചിലർ. അങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ച്. എല്ലാം വെള്ളത്തിൽ നിന്ന്. എന്നിട്ടോ ചിലർ ഉദരത്തിൽ മേൽ നടക്കുന്നു. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, ചിലർ 2 കാലിൽ നടക്കുന്നു അല്ലേ? പിന്നെയോ വമിൻഹും മൻ യംശി അലാ അർബൈൻ,
4 കാൽമ നടക്കുന്നു അല്ലേ? അതാരാ? നമുക്കറിയാം. എന്നാലോ ഇതൊക്കെ പറഞ്ഞ യശാ പറയാം, യഖ്ലുഖുമായ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ വേറെയും സൃഷ്ടിപ്പ് നടത്തും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളും കഴിവുള്ളവനാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഖാലിക്കും മാലിക്കും റാസിക്കും മുതസവ്വിറും മുദബ്ബിറുമൊക്കെ ആയ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അതുണ്ടാകുമ്പോഴാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചിന്തയിലേക്ക് കടക്കുക. ഏത്? സൃഷ്ടാവായ റബ്ബ്, സർവത്തെയും നിയന്ത്രിക്കുന്ന റബ്ബ്, ഭക്ഷണം നൽകുന്നവൻ ആ റബ്ബ്, ഖാലിക്കും മാലിക്കും പരമാധികാരി ഉള്ള അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ അള്ളാഹു പല ചിന്തകൾ നൽകുകയാണ്. അതിലൊന്നാണ് ഇപ്പം നമ്മളെ ജീവിയെ പറ്റി തന്നെ. ഇനി അള്ളാഹു പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു പറയണം. അള്ളാഹ് പറയണം, വമാ ഖലഖ്ന സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അവ രണ്ടിനും ഇടയിലുള്ള അചേതന സചേതന വസ്തുക്കളെയും സൃഷ്ടിച്ചില്ല. ബാത്തിലൻ, വെറുതെ, ഒന്നും വെറുതെ സൃഷ്ടിച്ചില്ല. അങ്ങനെ വെറുതെ സൃഷ്ടിച്ചു എന്നുള്ളത് ഫഹിയ ലന്നുല്ലദീന കഫറു, അത് കാഫറുകളുടെ ചിന്തയാണ്. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. അവൻ്റെ ചിന്ത മുഴുവനും ഓരോ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെയും കാണുമ്പോൾ അവൻ ചിന്തിക്കും. എന്നിട്ടോ അള്ളാഹു പറയാം, ഫഹിയ ലന്നുല്ലദീന കഫറു ഫവൈലുൻ ലില്ലദീന കഫറു മിനന്നാർ. ഇങ്ങനെ ചിന്തിക്കാത്ത, അള്ളാഹു നിരർത്ഥകമായി വെറുതെ ഉണ്ടായതാണ്, ഈ ഭൂമി വെറുതെ ഉണ്ടായതാണ്, ഏതോ ഒരു കഴിഞ്ഞൂൽ പ്രസവം കൊണ്ട് വെറുതെ ഉണ്ടായതാണ്. ഭൂമിയും ആകാശവും പർവ്വതങ്ങളും ആറുകളും തോടുകളും പുഴകളും എല്ലാം, ഇവിടെ കാണുന്ന സർവ്വ ഈ മണ്ഡലത്തിൽ കാണുന്ന മുഴുവൻ വസ്തുക്കളും വെറുതെ ഉണ്ടായതാണെന്ന് ചിന്തിക്കുന്നവർ കാഫറുകളാണെന്നും ഫവൈലുൻ ലില്ലദീന കഫറു, അത്തരം കാഫറുകൾക്ക് നരകമുണ്ട്. ആ വാദി ജഹന്നന്ന വൈലുൻ മിനന്നാർ, നരകത്തിൻ്റെ ഒരു ജഹന്നമിൻ്റെ ഒരു താഴ്വര തന്നെ അള്ളാഹു അത്തരം ആളുകൾക്ക് നൽകും. മനസ്സിലായി? അപ്പം മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. അപ്പം മുസ്ലിമായി മരിക്കണേ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഈ മണ്ഡലത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, അഖിലാണ്ട മണ്ഡലങ്ങളെക്കുറിച്ച്, സൗരയൂഥങ്ങളെക്കുറിച്ച് മുഴുവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഫൻലുറു ഇലൽ അർദ്, നിങ്ങളൊന്ന് ഭൂമിയിലേക്ക് നോക്കൂ അല്ല പറയാ, ചിന്തിക്കാനേ. വഹിയ മൈത്തത്തുൻ, അത് ചത്ത് കിടക്കുകയായിരുന്നു. ഫൈദ അൻസൽന അലൈഹൽ മാ, ആ ചത്ത് കിടക്കുന്ന ഭൂമിയിലേക്ക് നാം വെള്ളം വർഷിപ്പിച്ചപ്പോൾ ഇഹ്തസത്ത്, ഭൂമി ചടകുടഞ്ഞെഴുന്നേറ്റു. റബത്ത്, അത് കമനീയമായി. മഴ പെയ്തപ്പോൾ ഭൂമി ചടകുടഞ്ഞെഴുന്നേറ്റു, അത് കമനീയമായി. എന്നിട്ടോ വാഹ്ലർത്ത്, എങ്ങും പച്ചപ്പായി. വാഹ്ലർത്ത്, മഴ കൊണ്ട് പെയ്തപ്പോഴേ. അൻപത്തത്ത് അജായിബൻ നബാത്താത്ത്, അത്ഭുതകരമായ സസ്യലതാദികൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം മുളച്ചു വന്നു. മുഖ്തലിഫത്ത് അൽവാൻ, മുഖ്തലിഫത്ത് അൽവാൻ, വ്യത്യസ്ത നിറങ്ങളുള്ള, വല്ല അഷ്കാൽ രൂപങ്ങളുള്ള, ഒത്തുവും രുചികളുള്ള, വല്ല അറായി വ്യത്യസ്തമായ വാസനകളുള്ള. അല്ലേ? ഇതൊന്നും ഞാൻ പഠിപ്പിക്കേണ്ട, പെണ്ണുങ്ങളോട് ചോദിച്ചാൽ മതി. ഓരോ പാട്ടിലും ഓരോ വാസനകളിൽ അട്ടിച്ചു. ഏലം അല്ലേ ഒന്നിലോ കറാമ്പൂ അല്ലേ. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഇതിനു വേണ്ടിയിട്ട് ഈ രാജ്യത്ത് റഷ്യക്കാർ വന്നിരുന്നു, കുരുമുളക് അല്ലേ. അന്ന തുജാറൽ അറബ് കത് അത്തോവില ബിലാദിൻ അലി ഷറായിൽ ഫുൽഫുൽ, കുരുമുളക് വാങ്ങാൻ വേണ്ടി അറബ് രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നു അല്ലേ. അവർ അറബികൾ വന്നതോടാണ് വാന്ന ദീനുൽ ഇസ്ലാം ഖദിൻ തസ്റഫിൽ ഇസ്ലാം, ഇസ്ലാം വ്യാപകമായി ഇവിടെ ഈ രാജ്യത്ത് വ്യാപകമാകാണ്ടായ കാരണം ഈ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ അറബികൾ വന്നതാണ്. അതാണ് കാരണം. അപ്പോൾ നമുക്കറിയാം, അള്ളാഹു പറയുകയാണ്, ഇത് വ്യത്യസ്തങ്ങളായ രൂപങ്ങളും വ്യത്യസ്തമായ രുചികൾ. അത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചില പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് ശോധന ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഗുണം പറയുമ്പോൾ വേറെ ചിലർ പറയും കിഡ്നിക്ക് നല്ലതാണ് ഇത് കഴിച്ചാൽ. അതിൻ്റെ ഒരു രൂപം ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹുവിൻ്റെ ആ പഴവർഗ്ഗങ്ങൾ ചിലർ പറയും നിങ്ങൾക്ക് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ഇത് അല്ലേ. ഇപ്പോൾ യൂട്യൂബ് തുറന്ന എല്ലാവരും ഡോക്ടർമാരാണ്. ആദ്യം തന്നെ ഇത് എന്താ അറിയോ, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ. ഇതൊക്കെ ഓടുന്ന മൂപ്പരെ പുറത്തുനിന്ന് ഓടുന്ന സാധനമല്ല, ഇതാണ് പറയുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിലോ നിങ്ങൾക്ക് കുടലിൻ്റെ ക്യാൻസർ, അല്ലെങ്കിലോ കിഡ്നി ഫെയിലിയർ, പിന്നെ സ്ട്രോക്ക് വരാതിരിക്കാൻ. അതിനുള്ള പഴമുണ്ട്, ഇവർ പറയുന്നുണ്ട് കേട്ടോ. പഴം കഴിച്ചിട്ട് സ്ട്രോക്ക് വരാണ്ടെന്നാലേ, അതോ സ്ട്രോക്ക് വന്നതിന് ശേഷം മൂപ്പർക്ക് കൊടുക്കണം ഈ യൂട്യൂബ് ചെയ്തവർക്ക്, അപ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ എന്തായിരുന്നാലും എല്ലാ പഴവർഗ്ഗങ്ങൾക്കും ഔഷധ വീര്യമുണ്ടെന്ന് സംശയമില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അങ്ങനെ
ഒല്ലറായി, എത്ര സുഗന്ധദ്രവ്യങ്ങളല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ പോലും ഇത്തരം വസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചിന്തിക്കണം. വെറുതെ അങ്ങനെ സ്പ്രേ അടിച്ച് അങ്ങനെ കുപ്പായത്തിന് മുകളിലാക്കിയിട്ട് പിയാപ്പിളിനെ പറഞ്ഞാൽ പോരാ. ഈ പിയാപ്പിള ചിന്തിക്കണം, ഇത് എവിടുന്ന് കിട്ടിയ മണ്ണാണ് കേട്ടോ. വല്ലാത്ത ചിന്തയാണ് അല്ല കൊടുക്കുന്നത്. തുസ്കാ ബി മാ ഇൻ വാഹിദ്, ഇതൊക്കെയോ തുസ്കാ മിൻ മാ ഇൻ വാഹിദ്, ഒരൊറ്റ വെള്ളം നനച്ചതാണ്. പണ്ടായ രുചികൾ വ്യത്യാസമായ, നിറങ്ങൾ വ്യത്യാസമായ, വാസനകൾ വ്യത്യസ്തമായ എല്ലാ അത്ഭുതകരമായ സസ്യങ്ങളും ഉണ്ടായത് തുസ്കാ ബി മാ ഇൻ വാഹിദ്, ഒരൊറ്റ വെള്ളം നനച്ചു. തൻപുത്തു മിൻ അർലിൻ വാഹിദ്, ഒരൊറ്റ ഭൂമിയിൽ മണ്ണിൽ ജനിച്ചു. ഒരു ഭൂമിയിൽ വളർന്നുണ്ടായ സസ്യലതാദികൾ, ഒരൊറ്റ വെള്ളം നനച്ച സസ്യലതാദികൾ വ്യത്യസ്തങ്ങളായ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം പച്ചക്കറികളാണ്, എന്തെല്ലാം രൂപമാണ് അല്ലേ. കൈപ്പക്കക്ക് ആ ഇങ്ങനെ മുടിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അല്ലേ. നമ്മളെ പെണ്ണുങ്ങൾ നമ്മളുടെ ഇതില്ലേ ഉണ്ടാക്കുന്നത്, സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അല്ലെ അടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇത് കൊടുക്കില്ലേ, അതേമാതിരി കാണാം അള്ളാൻ്റെ കൈപ്പക്കക്ക്. വെണ്ടക്കനെ പറ്റി എന്താ പറയുമല്ലോ, ഫിംഗറാണ് അല്ലേ, ലേഡീസ് ഫിംഗറാണ് അല്ലേ. അതിനൊക്കെ നമ്മൾ ഉപമിക്കല, പക്ഷെ ലേഡീസ് ഫിംഗർ ഉണ്ടാക്കിയവനെ പറ്റി ചിന്തിക്കാറില്ല. അത് വളം കൊടുത്ത് എങ്ങനെ ഉണ്ടാക്കാം, അതിന് കീടനാശിനി വരെ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കാം, അതൊക്കെയാണ് മൂപ്പരെ ചിന്ത. അല്ലേ, ചിന്തിക്കാൻ മുസ്ലിങ്ങളില്ല. അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് അള്ളാഹിലേക്ക് അടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് മുസ്ലിം ആവാനും കഴിയില്ല. അത് അള്ളാഹു ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അള്ളാഹ് പറയാം, വമാ ഖലഖ്ന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. സൂറത്തുൽ അംബിയായിൽ നിങ്ങൾക്ക് നോക്കാം. വമാ ഖലഖ്ന സമാവാതി വൽ അർള, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അവ രണ്ടിൻ്റെയും ഇടയിലുള്ള സകല ജീവജാലങ്ങളെയും അചേതന സചേതന വസ്തുക്കളെയും നാം സൃഷ്ടിച്ചില്ല. ലാഇബീൻ, തമാശയായിട്ട്. ഇതൊന്നും തമാശക്ക് സൃഷ്ടിച്ചതല്ല, നിങ്ങൾക്ക് ചിന്തിക്കാനാണ്. ഖുർആൻ നിരന്തരമായി ചോദിക്കുന്ന കാര്യമാണത് കേട്ടോ. ഇനി ഒരായത്തിനെ പറ്റി റസൂലുള്ള പറഞ്ഞത്, ഇത് ചിന്തിക്കാത്തവന് നരകണ്ടെന്നാണ്. അങ്ങനെ ആയത്തുണ്ട് ഖുർആനിൽ, അറിയാലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ ഒരായത്ത്. ആ ആയത്തിനെ പറ്റി അത് തുടങ്ങുന്നതിനാണ് അറിയാം. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, എല്ലാവർക്കും ബൈഹാർട്ടുള്ള ആയത്തല്ലേ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി കൃത്യമായി വരുന്നതിൽ, ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലി ഉലിൽ അൽബാബ്, ലുബുള്ളവർക്ക്, അകക്കാമ്പുള്ളവർക്ക്, ചിന്തയുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. നേരം രാത്രിയായി എങ്ങനെയായി, പകലായി എങ്ങനെയായി, അതവർ ചിന്തിക്കും. അതാണ് നേരത്തെ നമ്മൾ സൂറത്ത് കസദിലായ തോന്നിയത്. നോക്കാം. എന്നിട്ടോ ആ ബുദ്ധിയുള്ളവർ എന്താ ചെയ്യുക? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അല്ലദീന യദ്കുറൂന അല്ലാഹ്, അവർ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അള്ളാഹിനെ സ്മരിക്കുകയും ചെയ്യും. എങ്ങനെ? ഖിയാമൻ, നിൽക്കുമ്പോഴും അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കും, ദിക്ർ നിർവഹിക്കും. വഖുഊദൻ, ഇരിക്കുമ്പോഴും, വഅലാ ജുനൂബിഹിം, കിടക്കുമ്പോഴും ഇരുത്തത്തിലും നൃത്തത്തിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിന് ദിക്ർ നിർവഹിക്കുകയും ചെയ്യും. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ, ഈ ഭൂമിയിൽ കാണുന്ന ഒരു വസ്തുവും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഉണ്ടോ? ഓൻ്റെ ചിന്തയിലപ്പം വരും. അപ്പോഴേ, അല്ലാണ്ട് നമ്മളെ ചിന്ത മുഴുവൻ എന്താ, മറ്റോനെങ്ങനെ പറ്റിക്കണം, ഓനെങ്ങനെ പാര വെക്കണം, ഇബലെങ്ങനെ പുറത്താക്കണം, ഇബനെങ്ങനെ നേതാവാക്കണം, അതിനെന്തല്ല വൈകി, ഇതല്ലേ? വല്ലാത്ത ചിന്തകളാണ്. ചീഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന ചിന്ത അതാണ്. ഈമാനുള്ള മനസ്സിൽ നിന്ന് വരുന്ന ചിന്തയാണ് ഇപ്പോൾ പറയുന്നത്. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ചിന്തിക്കുക. വെറുതെ നിൽക്കൂല, ഇരിക്കൂല, വെറുതെ കിടക്കൂല, ചിന്തയുണ്ടാവും. കേട്ടോ, ചിന്ത എന്ന് പറയുന്നത് അതാണ്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ആരാന്ന് വെച്ചാൽ മനുഷ്യനാണ് അല്ലേ. സംസാരിക്കുന്നില്ല, പക്ഷെ ചിന്ത ഉണ്ടാവും. അപ്പം സംസാരമാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അയാൾ സ്വയം കിടന്നങ്ങനെ ചിന്തിക്കും, അപ്പം സംസാരിക്കുക. 24 മണിക്കൂർ ഉറങ്ങുമ്പോഴല്ലാത്തപ്പോഴൊക്കെ സംസാരിക്കുന്ന ജീവി മനുഷ്യനാണ്. ചിന്തിച്ചുകൊണ്ടേയിരിക്കണ്ടോ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക്, പടച്ചോനെ നീ പരിശുദ്ധനാണ്. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തോന്നുക. ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവൻക്ക് സുബ്ഹാനല്ലാഹ്. മറ്റോൻ്റെ എന്താ
ഹമസത്തുൽ ലിസാൻ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഹമസത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ പിറുവിറുപ്പ് അല്ലേ. ഇപ്പം നമ്മളൊക്കെ അത് നാവിൻ്റെ പിറുവിറുപ്പാണ്, അത് കൽബിലില്ല ഉണ്ടോ. അതായത് പറയുമ്പോൾ ഹദീസൊക്കെ ആയിട്ട് പറയാം നമുക്ക്, മനസ്സിന് നാവിന് വളരെ ലഘുവാണ്, പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദിക്റ് പറയാം. പക്ഷെ അത് പറഞ്ഞാൽ പോരാ, ആ പറഞ്ഞാൽ അത് ഹമസത്തുൽ ലിസാനാണ്, നാവ് കൊണ്ടുള്ള പിറുവിറുപ്പ്. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ചിന്തിക്കണം, സ്വന്തത്തെ ശരീരത്തെക്കുറിച്ച് പോലും ചിന്തിക്കാനുള്ള പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് റസൂല പറഞ്ഞാൽ അറിയോ, മൻ അറഫ നഫ്സ, സ്വന്തം നഫ്സിനെ പഠിച്ചാൽ ഫഖദ് അറഫ റബ്ബ, റബ്ബിനെ പഠിച്ചു. ഞാൻ എൻ്റെ നഫ്സിനെ പറ്റി ഒന്ന് പഠിച്ചാൽ മതി. എന്താണ്, എത്ര വെയിൻസുകളാണ് എൻ്റെ ശരീരത്തിലൂടെ പോകുന്നത്. നേരെ എൻ്റെ ശരീരത്തിലുള്ള വെയിൻസ് പിടിച്ചു കൊടുത്താൽ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ എത്തിപ്പോകും, അത്രമാത്രം നീളം കൂടിയതാണ് അല്ലേ. അതിനൊരു ചെറിയ നിസ്സാരമായ പ്രയാസം വന്നാൽ മതി, നമ്മളുടെ തലച്ചോറിൻ്റെ അകത്ത് പോകുന്ന ഒരു വെയിന് താറാറ് വന്നാൽ ഇൻഫർമേഷൻ പോയി അല്ലേ. അപ്പം നമ്മളെന്ത് പറയും, സ്ട്രോക്ക്, ഒരു ഭാഗം കുഴഞ്ഞു അല്ലേ. എന്നാലോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കേവലം മറപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അല്ലേ. ഹല്ലത്താലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. സമ്മിശ്രമായ സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മിശ്രമായ ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. അംശാജാണത് അല്ലേ. വല്ലാത്ത വാക്കുകളാണ്. കഴിഞ്ഞുപോയി, ഇതെല്ലാം കഴിഞ്ഞുപോയി. അതിൻ്റെ അകത്ത് എന്തെല്ലാം അള്ളാഹു വെച്ചു. രണ്ടുപേരുടെയും ആ ഇന്ദ്രിയങ്ങളെ സംയോജിപ്പിച്ചിട്ട് അതിൽ നിന്ന് എന്തെല്ലാം സർക്കുലേഷനാണ് അള്ളാഹു ഉണ്ടാക്കിയത് അല്ലേ. എവിടെയെങ്കിലും ഒരു ചെറിയ തകരാറ് വന്നാൽ ആകെ മാറി, അസ്വസ്ഥനായി അല്ലേ. ആലോചിച്ച് നോക്കുകൾ, നമ്മളുടെ ആരോഗ്യത്തിൻ്റെ പോരായ്മയെ അറിയിക്കുന്ന ആദ്യത്തെ സാധനം എൻ്റെ ഈ കണ്ണട അല്ലേ. തുടക്കം, പക്ഷെ ഇപ്പം കണ്ണട വെക്കുന്നത് സൗന്ദര്യത്തിനാണല്ലോ, ആരോഗ്യം പോയതിൻ്റെ അടയാളമല്ല. സത്യത്തിൽ ഞാൻ വയസ്സനാവുന്നുള്ളതിൻ്റെ അടയാളം എന്ത്, എൻ്റെ കണ്ണട. അതുകൊണ്ട് തന്നെ ചിലർ കണ്ണട വെക്കൂല, കാരണം മൂക്കുമിൽ വര വെക്കും. എന്നിട്ടോ തടഞ്ഞു വീണാലും വേണ്ടില്ല, മൂക്കുമിൽ വര കയറുത്. വല്ലാത്ത ചിന്ത അല്ലേ. ചില ആളുകൾ വെറുതെ പ്ലെയിൻ ഗ്ലാസ് വെക്കും. വണ്ടിമേലൊക്കെ പോകുമ്പോൾ ഒക്കെ വേണം, കൂളിംഗ് ഗ്ലാസ് വെക്കുക അല്ലേ, ഒക്കെ വേണ്ടതാണ്. പക്ഷേ വെറുതെ വെക്കുക എന്തിനാ, എൻ്റെ മുഖത്തിനൊരു ഷേപ്പ് കിട്ടാൻ. അള്ളാഹു എന്താ പറഞ്ഞത്, ഷാ റക്കബക്ക് അല്ലേ. അള്ളാഹു അവനെങ്ങനെ ഉദ്ദേശിച്ചുവോ അതുപോലെ അവൻ റക്കബക്ക ഘടിപ്പിച്ചു. ഇതാണ് അള്ളാഹിൻ്റെ പണി. അല്ലാണ്ട് നിങ്ങളുടെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും മോന്ത നോക്കിയിട്ട് റെഡിയാക്കി വെച്ചതല്ല നിങ്ങളെ മക്കൾ ആണോ. അത് അള്ളാഹു എങ്ങനെ ഉദ്ദേശിച്ചു അതുപോലെ. ഫൽ യൻദുരിൽ ഇൻസാൻ മിമ്മ ഖുലിഖ്, ഖുലിഖ മിൻ മാഇൻ ദാഫിക്, തെറിക്കുന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് വന്നു പുറത്തേക്കല്ലേ. അത് വന്ന മനുഷ്യനോട് അള്ളാഹ് പറഞ്ഞത്, എന്താ നീ ചിന്തിക്കാത്തത്, മാ ഖറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്. എന്താണ് ആ വാക്കൊക്കെ അല്ലേ. മാ ഖറക ബി റബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ ചേതോവികാരം എന്ത്, അതാണ് അള്ളാന്റെ ചോദ്യം. മാ ഖറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഫസവ്വാക, നിന്റെ ഈ രൂപഘടന നടത്തിയത് അള്ളയാണ് അല്ലേ. ഫഅദലക, എന്നിട്ട് നിന്നെ സന്തുലിതമാക്കി. നിന്റെ എയർ പോലും അല്ലേ സന്തുലിതമാവണ്ടേ, പ്രഷർ കറക്റ്റാവണ്ടേ, കണ്ണിന് പോലും പ്രഷറുണ്ട് അല്ലേ. വല്ലാത്ത സൃഷ്ടിപ്പ. അതാണ് സന്തുലിതമാക്കി. ആ സന്തുലിതാവസ്ഥക്ക് ചെറിയൊരു മാറ്റം വന്നാൽ കൊഴഞ്ഞു വീണു മരിച്ചു അല്ലേ. ചിന്തിക്കണ്ടേ. ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കേവലം മക്കളെ കെട്ടിക്കലും മക്കളെ കല്യാണം കഴിക്കലും മക്കൾക്ക് ഓല എവിടെ പഠിപ്പിക്കണം എന്നതിനെ പറ്റിയുള്ള ചിന്തയും, ഒരു നേരം പോലും തൻ്റെ നമസ്കാരം അല്ലാഹ് കബൂലാക്കിയും ചിന്തിക്കാതിരിക്കുകയും, വല്ലാത്തൊരു വേദന അല്ലേ മനുഷ്യൻ്റെ. ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വേദനയാവും. വല്ലാത്തൊരു പോക്കാ മനുഷ്യന്മാർ പോകുന്നത് കേട്ടോ. സഹാബത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിലേറെ സങ്കടം വരും. ഇപ്പം ഏതായാലും നമ്മൾ ചിന്തിക്കണം എപ്പോഴും. അല്ലാഞ്ഞാൽ എന്നിട്ട് അള്ളാഹ് പറഞ്ഞതാ അറിയോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവൻ്റെ ആ ചിന്ത അവസാനം എത്തിപ്പെടുന്നോട് അറിയോ, പഠിച്ചോണ്ടോ പറയാം, ഫഖിന അദാബന്നാർ, നാദാ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം കേട്ടോ. ആ ചിന്തയുടെ അവസാനം അവിടെ എത്തുക, നരകത്തിൽ ഉണ്ടോ. എന്നിട്ട് പറഞ്ഞതാ
റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ, ആരെങ്കിലും പടച്ചവനെ നീ മരണാനന്തരം നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈത, നീ അവനെ നിന്ദിച്ചു. ഇനി വമാലിൽ ളാലിമീന മിൻ നസീർ, ഇങ്ങനെ ചിന്തിക്കാത്ത അക്രമികൾക്ക് ഇനി സഹായില്ല. ആലോചിച്ച് നോക്കോളൂ. അപ്പം ചിന്ത ഇപ്പം എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ചിന്തയൊക്കെ കുറച്ചൊക്കെ മാറിയുണ്ടാവും വിചാരിക്കുന്നു. എന്നാലും ഇപ്പം ഇവിടെ കുത്തി ചിന്തിക്കുന്നുണ്ടാവും, പീടികയിൽ ആരുമില്ലാണ്ട് പണിക്കാരാക്കിയാണ് വന്നത്, ഇന്നത്തെ കച്ചവടം മുഴുവൻ മുണുങ്ങും, ഇപ്പം മുണുങ്ങും. ചിന്ത മാറി. അതുമല്ല ഇയാൾ ഹുത്ബ നീട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആശുപത്രിയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, എൻ്റെ ടിക്കറ്റ്. ഓരോരുത്തരുടെ പ്രശ്നം അതാ. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ടിക്കറ്റായിരുന്നു അല്ലേ, എയർ ഇന്ത്യയിലൊക്കെ. ഞാൻ അതൊന്നും ചിന്തിക്കേണ്ടതല്ല, അതായിരുന്നു കാര്യമായ ചിന്ത. അതൊക്കെ നിങ്ങൾ കേൾക്കണം. കുറേ നിങ്ങളാണ് സന്തോഷിച്ച് നിൽക്കുക, ഒപ്പം ദുഃഖം അല്ലാ തരും. ഇത് അല്ലാൻ്റെ നീതിയാണ്. നിങ്ങൾ കുറച്ച് സന്തോഷിച്ചോളൂ, അപ്പം തരും ദുഃഖം. നിങ്ങളുണ്ടല്ലേ ആൾ കല്യാണത്തിൻ്റെ ആർമാടങ്ങളിൽ ആർമാദിച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്നൊരു വിവരം കിട്ടുന്നത്, നമ്മളിവിടെ കല്യാണം കഴിഞ്ഞ് മടങ്ങിപ്പോയൊരു ജീപ്പ് മറിഞ്ഞെറ്റി വീണു. കേൾക്കല്ലേ? പുതുമാരനും പുതുമണവാട്ടിയും ആനന്ദിച്ച് ആഹ്ലാദിച്ച് കൈമുട്ടി പാടി പോയ ഇതാ പോകുന്നേ മണവാട്ടി, ഇതാ പോകുന്നേന്ന് പറഞ്ഞ് പോയി. പിന്നെ എങ്ങോട്ടാ പോയത്? ഖബറിലേക്ക് അല്ലേ? ഒരാഹ്ലാദം നിങ്ങൾക്കുണ്ടോ? വേണ്ട. ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളിന്ന് വെള്ളിയാഴ്ച നല്ലോണം സന്തോഷം കൊണ്ട് ബിരിയാണി നിറച്ചാണ്ട് കഴിച്ചു. അതിൻ്റെ ദുഃഖം എപ്പോൾ വരും? കുറച്ച് കഴിഞ്ഞാൽ എപ്പോൾ വരും? ഗ്യാസ് ട്രബിളായി. ഇനി ആരൊന്ന് കാണിക്കണമെന്നോ, ഗ്യാസ്ട്രോളജിൻ്റെ ഒരു ഡോക്ടറെ കാണണം അല്ലേ? ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾ അപ്പം മനസ്സിലായിക്കോളി, എനിക്ക് ഇപ്പം വരും ദുഃഖം. ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഏതായിക്കോട്ടെ അല്ലേ? കല്യാണം കഴിഞ്ഞു, നല്ല സന്തോഷമായി. ആ സന്തോഷം എത്ര ദിവസം ഉണ്ടായി? പോയില്ലേ? ഇപ്പം ചിലരോട് ഇനി കല്യാണം കഴിക്കണമെന്ന് വെച്ചാലോ, പൊന്നാര മോനെ ഇനി മത്സരേന്ന് കിട്ടുക എന്നല്ലാണ്ട് എപ്പോഴൊന്നും കിട്ടൂല. ചിലോ ഇനി പുതിയതായി കിട്ടുമോ നോക്കണമല്ലോ, അത് വേറെ. എന്നാൽ കിട്ടിയതോ അത് അതിലും വലിയ അപ്പാറ അല്ലേ? ആർക്കവിടെ സുഖം കിട്ടി? സുഖം തരില്ല അല്ല, അത് ദുനിയാവല്ല, അത് ആഖിറാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ചിന്തിച്ച് അള്ളാഹുവിനോട് അടുക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഈ ആയത്തിനെ പറ്റിയാണ്. ഞാനിപ്പോൾ ഓതി വെച്ച ഈ ആയത്തിനെ പറ്റി റസൂലുള്ള പറയാണ് സഹാബത്തിനോട്, ലഖദ് ഉൻസിൽതു അലയ്യ അല്ലൈല, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി. റസൂലുള്ള പറയാം, അല്ലൈലത്തെ ആയാത്തിൻ എന്താ? വൈലുൻ, നരകമുണ്ട്, ലിമൻ ഖറാഹ വലം യതഫക്കർ. ഈ ആയത്തോതുകയും അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ ഒരു നരകമുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എത്രയോ തവണ ഈ ആയത്ത് നമ്മൾ ഓതിയിട്ടുണ്ടാവില്ലേ? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി ഓതിയില്ലേ? ഇത് ബൈഹാട്ടില്ലാത്ത ആയത്തുള്ള. എന്നാൽ ഈ ആയത്ത് ഓതിയിട്ട് ചിന്തിക്കാതിരുന്നാലോ എനിക്ക് നരകമുണ്ട്. അള്ളാഹു നമ്മെ മരണത്തിൻ്റെ മുമ്പ് സ്വർഗസ്ഥരായി യാത്ര പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിൽ മുഅ്മിനീന വഹ്ദ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുഹ്സിനായി, മുഅ്മിനായി, മുഖ്ബിത്തായി, മുത്തഖിയായി ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധനായി മരിക്കാൻ സാധിക്കുന്ന ജീവിത ക്രമം സ്വീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. ചിന്തയായിരുന്നു നമ്മളുടെ വിഷയം. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ചിന്ത, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമസ്കാരം, സലാത്ത് എന്ന പദം അല്ലേ, സക്കാത്ത് എന്ന പദം, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഇബാദത്തുകളാണ്. ഹജ്ജ് എന്ന പദം, ഇതൊക്കെ ഉപയോഗിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം ഏതാണ്? ഖുർആൻ. നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ഖുർആൻ എടുത്ത് നോക്കിക്കൊണ്ട്. അർളും സമാവാത്തുമാണ്, ആകാശങ്ങളെയും ഭൂമിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ ചർച്ച ചെയ്തത് അല്ലേ? ഖുർആൻ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓതി പഠിക്കാം. ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മൾ എന്താ കാരണം? മനുഷ്യൻ്റെ ചിന്തയ്ക്ക് വിധേയമാകാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ഭാഗമാണെന്ത്? ഈ ആകാശവും ഭൂമി അല്ലേ, ഈ പ്രപഞ്ചം. അല്ല പറയാം, ഖലഖ സമാവാത്ത്, സപ്ത ആകാശങ്ങളെയും അവൻ സൃഷ്ടിച്ചു. 7 ആകാശങ്ങൾ അല്ലേ? ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാവുന്ന ഒരു തൂണും എവിടെയും ഉണ്ടാവില്ല. ആകാശത്തിൻ്റെ ഭൂമിൻ്റെ ഇടയിൽ തൂണില്ല, ഉണ്ടോ? ഇപ്പം ഈ പള്ളിക്ക് നോക്കിയുള്ള ഒരു തൂണതാണ്. അല്ല ഞാൻ ഇവിടെ ഇത് നിൽക്കുമോ? ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? അതിശക്തം അല്ലേ?
സിതാരാണത്, അതിശക്ത. അതിനെ പിടിച്ചു നിർത്താൻ അള്ളാഹു ഓർബിറ്റിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി, അല്ലേ? ഇപ്പോൾ ഓർബിറ്റ് എന്താണെന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. എന്താണ് ആ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ചില സയൻറ്റിഫിക്കൽ ബാലൻസിൽ പിടിച്ചു നിർത്തുകയാണത് കേട്ടോ. അതല്ല ചോദിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഞാൻ ഇത് പിടിച്ചു നിർത്തിയിട്ടുണ്ട്, ഇതെങ്ങാനും ഞാൻ വിടുകയാണെങ്കിൽ ആരെക്കൊണ്ട് കഴിയും തടുക്കാൻ അല്ല ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇൻ അംസക മഹുമ മിംബാദ്, അള്ളാഹ്ക്ക് ശേഷം ആരെക്കൊണ്ട് കഴിയും എന്നുള്ളതിൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വ അൽഖാ ഫിൽ അർളി റവാസിയ, ഭീമാകാരമായ പർവ്വതങ്ങൾ അള്ളാഹു ഭൂമിയിൽ സ്ഥാപിച്ചു. ഈ ഭൂമിയെ റസൂലുള്ള പറഞ്ഞത് ഉമ്മ എന്ന മാതാവ്. ഒരു മാതാവിൻ്റെ സ്നേഹമാണ് നമുക്ക് ഈ ഭൂമി തരിക. കാരണം എന്ത് ചെയ്താലും ഇങ്ങോട്ട് ഉപദ്രവിക്കൂല. ഉണ്ടോ? നമ്മൾ കിണർ വയ്ക്കുന്നു, ഒന്നും ഇങ്ങോട്ട് കാട്ടുന്നില്ല. ഉണ്ടോ? നമ്മൾ വീട് വെക്കുന്നു, നമ്മൾ ഫയലിംഗ് നടത്തുന്നു, ഒന്നും ഇങ്ങോട്ട് കാട്ടുന്നില്ല. ആ മാതാവെല്ലാം സഹിക്കുക. അപ്പം അൽക്കാഫിൽ അർലി റവാസിയ, പർവ്വതങ്ങളെ അള്ളാഹു നങ്കൂരമിട്ടു, അല്ലേ? അൽക്കാഫിൽ അർലി റവാസിയ, പർവ്വതങ്ങളെ സ്ഥാപിച്ചു. എന്തിന്? അൻ തെമീതബിക്കും, ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ. അതിൻ്റെ സയൻറ്റിഫിക്കൽ ബാലൻസ് ക്ലിയർ ചെയ്യുക. ഉണ്ടോ? പർവ്വതം വെറുതെ ഇട്ടിച്ചല്ല, ചിന്തിക്കണം. നമ്മളാകെ പഠിച്ചാൽ എന്താ? ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റിനെ തടുക്കുന്നു. അതൊരു അള്ളാഹു നിശ്ചയിച്ചൊരു ഉപകാരമാണ്. പക്ഷേ അതല്ല ഉപകാരം. ഭൂമിയുടെ സയൻറ്റിഫിക്കൽ ബാലൻസ് നടത്താൻ അൻ തെമീതബിക്കും, തീർന്നില്ല. വബസ്സ ഫീഹ മിൻ കുല്ലി ദാബ, ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു വ്യാപിപ്പിച്ചു. എന്നിട്ടോ വഅൻസൽനാ മിനസ്സമായി മാൻ, ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളമിറക്കി. ഇപ്പം ഇറക്കാത്ത സമയം വന്നപ്പോൾ കടകൾ നലിയും പുളിയാണ്, അല്ലേ? ഒരു ഭാഗത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്ത് പ്രയാസം അനുഭവിക്കുന്നു, അല്ലേ? ഇവിടെ നമുക്ക് മഴ കിട്ടാതെ പ്രയാസപ്പെടുന്നു. നമ്മൾ വല്ലാണ്ട് പ്രയാസപ്പെട്ടപ്പോൾ റബ്ബിൻ്റെയിലേക്ക് കൈ ഉയർത്തി. ആ റബ്ബിലേക്ക് കൈ ഉയർത്തിയപ്പോൾ ഒരു ചെറിയ സമാധാനം എന്നുള്ളത് ചെറിയൊരു മഴ നമുക്ക് തന്നു, അല്ലേ? ആ അമിതമായ ചൂടിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ അള്ളാഹു ആണ്. ഒരാൾക്കും കഴിയില്ല കൂട്ടരെ, ഒരാൾക്കും കഴിയില്ല. ഇവിടെ ഭൂമിയിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കഴിയില്ല. ഇനി അവരുടെ ആ മതത്തിൻ്റെ ആളുകളുടെ നേരെ കുതിര കയറാനല്ല ഇത് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതിനാ നമ്മൾ വിശ്വസിക്കുന്ന റബ്ബിലേക്ക്. പടച്ചോനെ, അതുകൊണ്ടല്ലേ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോഴേക്കും വജിലത്ത് ഖുലൂബുഹും, മനസ്സ് പടയും. അത് ഈ ഈമാൻക്കുള്ളവനെ പടയുള്ളൂ. അല്ലാത്തവനക്ക് എന്താ? അല്ല ഇപ്പോൾ എത്ര ആൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ? ഓനക്ക് എന്തേ പടയുണ്ടോ? അല്ലാഹു അക്ബറുള്ള ഓന് ബാങ്ക് കൊടുക്കുക, ഓനക്ക് പടിയണമൊന്നുമില്ല. ഉണ്ടോ? നേരെ മറിച്ച് ആ പദം കേൾക്കുമ്പോൾ വിശ്വാസിക്ക് പടച്ചോനെ എന്നൊരു ഭയം വരും. വജിലത്ത് ഖുലൂബ് വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തു, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സാദത്തുഹും ഈമാനാ, ഈമാൻ വർദ്ധിക്കും. കേട്ടോ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് ജീവിച്ചു. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം. വല്ലാത്ത പല രംഗങ്ങളുണ്ട്. ചരിത്രത്തിലേക്കൊന്നും പോകാൻ സമയമില്ല. ജാഫർ ബിൻ അബി താലിബിൻ്റെ ഒരു ചരിത്രം, 3 പിഞ്ചം മക്കളുടെ ഒരു ചരിത്രമുണ്ട്. ഏത്? തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പോകുമ്പോൾ ഈ പിഞ്ചു മക്കൾ, യുവതിയായ ഭാര്യ, അവരെയും വിട്ടേച്ച് പോകുന്ന സമയത്ത് നമ്മളൊക്കെ സാധാരണ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക? പറയാ നിങ്ങളുടെ ഭാര്യനോട്, എന്നാൽ ഞാൻ പോയി തരാമെന്നോ, അല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്നാൽ പോവുകയാണെന്ന് നിങ്ങൾ പറയും, അല്ലേ? പക്ഷെ പോവുകയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചാണ് കാര്യം. ഇപ്പം തന്നെ പോവുകയാണ് ഖബറിലേക്ക് എന്നുള്ളത്. അതെന്തിനാ? നമുക്കൊരു സെൻറ്റ് വർക്കൗട്ട് ചെയ്യണം. പക്ഷേ ജാഫർ ജില്ലാനു വല്ലാത്ത യാത്രയാണ്. അദ്ദേഹം യാത്ര പോകുമ്പോഴേ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. അത്ഭുതകരമായ വാക്കാണ്. അതൊക്കെ പറയാൻ കഴിയണം. നമുക്കൊരു ചെറിയ പ്രശ്നം മതി, നമുക്കൊരു തവക്കുലുമില്ല. ഉണ്ടോ? മോളെ കല്യാണം കഴിച്ചു, സമാധാനമില്ല, മതി നമ്മളെല്ലാ പ്രയാസവും. മരണനിരോളിയായി, ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ച് കരച്ചിലായി. ഇനി മക്കൾക്കൊരു ക്യാൻസറാണ്, അപ്പോഴും കരച്ചിൽ തുടങ്ങി. എന്തിന്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് മൂക്ക് കൊണ്ട് ഓതിയാൽ പോരാ, അത് ജീവിതത്തിൽ ഉണ്ടാവണം. കേട്ടോ? കച്ചവടമൊക്കെ പൊളിഞ്ഞു, അപ്പോഴോ ചിലവർക്ക് പ്രാന്താവും. പോട്ടെ, കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം,
ഒരുപാട് മഴ വർഷിപ്പിച്ചു. ഫഅൻബത്നാ മിൻ കുല്ലി സൗജിൻ കരീം, മാന്യമായ ഒരുപാട് സസ്യലതാദികൾ അള്ളാഹു മുളപ്പിച്ചു തന്നു. ഇവിടെ പച്ചക്കറി പീടികയിൽ സാധനം വാങ്ങിയാൽ പോരാ, വെണ്ടക്കയും വഴുതനയും കൈപ്പക്കയും മത്തനും ചേനയും ചേമ്പും ഒക്കെ വാങ്ങി സഞ്ചിയിലാക്കി കൊടുന്നാൽ പോരെ. ആ കൈ പിടിച്ച സാധനത്തെക്കുറിച്ച് ചിന്തിക്കണം കേട്ടോ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മുസ്ലിം ആകാൻ കഴിയുക. റബ്ബിനെക്കുറിച്ച് പഠിക്കാതെ ചിന്തിക്കാതെ നമുക്ക് മുസ്ലിം ആവാൻ കഴിയില്ല. അതുകൊണ്ട് സദാസമയവും ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടതിന് അജണ്ട നിശ്ചയിക്കുക. അജണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ മരണം, എൻ്റെ ഖബർ, എൻ്റെ ഹിസാബ്, എൻ്റെ ഖിയാമത്ത്. പടച്ചോൻ നമ്മളുടെ വലത് കൈയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ രേഖ നൽകുന്നൊരു സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ വലത് കൈകൊണ്ട് നമ്മുടെ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ബഹുമാന്യരായ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവർക്കും അള്ളാഹു ഖബറിടത്തിലും പരലോകത്തും സന്തോഷം നൽകുമാറാകട്ടെ. ജീവിക്കുന്ന നാളിൽ ആരോഗ്യത്തോടു കൂടി ആർക്കും ബാധ്യതയില്ലാതെ ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ സുന്ദരമായ റബ്ബിൻ്റെ മുഖം കാണാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫയലുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.